ഹനാൻഷാന്റെ സീൻസ് ഡയലോഗ് ഇല്ലാതെ കുറച്ച് പടം സെക്കൻഡ് ഹാഫ് അടിപൊളി. മാസ് എന്ന് പറഞ്ഞാൽ നല്ല ഫൈറ്റ് അടിപൊളി. ഫസ്റ്റ് ഹാഫിനെങ്കിൽ സെക്കൻഡ് ഹാഫ് അടിച്ചു പൊളിച്ചു. പടം ഹിറ്റാവും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്നാലും മാർക്ക് വെച്ച് നോക്കി അത്രയും പറയാൻ പറ്റില്ല. എന്നാലും പെപ്പ ഇതിനകത്ത് അടിപൊളിയാക്കിയാണ്. അതിൽ മേക്കിങ്ങും പിന്നെ ക്യാമറമാൻ അടിപൊളിയായിട്ട് എല്ലാ ഗ്രാഫിക്സ് അടിപൊളിയായിട്ട്. ആക്ഷൻ അടിപൊളിയാണ്. മാസാ പെപ്പെ നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. പടം ഓഡിയൻസ് കണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫുൾ ആക്ഷൻ പാക്ഡ് സിനിമയാണ്. അതെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഓക്കെയാണ്. ഹനാൻഷാന്റെ സീൻസ് ഡയലോഗ് ഇല്ലാതെ കുറച്ച് ഇല്ലാ തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. എത്തി അടിപൊളിയായിരുന്നു. യൂത്തിലൊക്കെ മാസ് പരിപാടി തിയേറ്റർ കുലിക്കുവോ? നല്ലായിരുന്നു. നല്ല ഓളമുണ്ട്. സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ലൊരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിനിമയാണ്, ഓബ്വിയസ്ലി കുറെ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്ത കുറെ സീക്വൻസസ് ആണ്. തായ്ലൻഡിന്റെ ഒറിജിനൽ ആനയുടെ കൂടെ. ഓബ്വിയസ്ലി സിനിമയാണ്. സിനിമ നല്ല സിനിമയാണ്. ആക്ഷൻ പടമാണ്. നല്ല പെപ്പയുടെ നല്ലൊരു ആക്ഷൻ മൂവിയാണ്. നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അടിപൊളി മൂവിയാണ്. ആക്ഷൻ ഭയങ്കര സൂപ്പർ ആയിട്ട്. സന്തോഷ് മാസിന്റെ ആക്ഷൻ വെരി നൈസ്. നല്ല മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മാസ്, നല്ലൊരു ഇടിപ്പടമൊക്കെ കാണാന്നൊക്കെ പറയില്ല. നല്ല മൂവി. പെപ്പയുടെ അടി അടിപൊളിയല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പെപ്പെ സങ്കടപ്പെടുത്തിയില്ല. നല്ല ഇടിയായിരുന്നു. ഹനാൻഷയുടെ നമുക്ക് അറിയാമായിരുന്നു. ഹനാൻഷ നന്നായി ചെയ്തു. ഡയലോഗ് ഒന്നും ഇല്ലല്ലോ. ആ ഒരു പ്രസൻസ് തന്നെ ഹനാൻഷയുടെ ഫാൻസിന് അറിയാലോ. ഒരു മാർക്കോ ലെവലൊക്കെ വന്നിട്ടുണ്ടോ? അതെ മാർക്കോടെ പ്രൊഡ്യൂസർ തന്നെയാണ്. ഷെരീഫിക്കാണ്. നമുക്ക് ഒന്നിനെയും നമുക്ക് മാറി മാറി പറയാൻ പറ്റില്ലല്ലോ. എല്ലാ മൂവിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ച്വലി ഇതിന്റെ എഫേർട്ട് എന്താന്നുള്ളത് ഞാൻ കണ്ടതാണ് നേരത്തെ. സോ നല്ലൊരു മൂവി, നല്ലൊരു ഔട്ടാണ്. അതേപോലെ BGM ഒക്കെ അടിപൊളിയായിരുന്നു. വിചാരിച്ച പോലെ തന്നെ. താങ്ക് യു.